മലയാള സിനിമയിൽ ഒരു ക്രേസി ഗോപാലനുണ്ട്. സിനിമയുടെ പിന്നണിയിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് കുടിയേറിയവൻ. പിന്നീട് അതേ ക്രേസിനെസ്സാണ് അനേകം കരുത്തുറ്റ കഥാപാത്രങ്ങളുടെ പിറവിയുണ്ടായ ചരിത്ര സിനിമ 2020യുടെ നെടുന്തൂണാകാൻ ദിലീപിനെ പ്രേരിപ്പിച്ചതും. കൂനിയും പൊട്ടുതൊട്ടും മീശപിരിച്ചും വേഷപ്പകർച്ചകളിലൂടെ ദിലീപിലെ ക്രേസി ഗോപാലൻ മലയാള സിനിമയിലെ സജീവതയാണ്. അതിന്റെ മർമ്മങ്ങളിലൂടെ പോലീസ് വന്നേക്കാം, സൂക്ഷിക്കണം. ഞാനിപ്പോ കള്ളനായിട്ട് അഭിനയിക്കുന്നൊരു സിനിമയാണ് ക്രേസി ഗോപാലൻ. ഇതിന്റെ പേരാദ്യം ഇതിലൊരു പാട്ടില് റൺ ഗോപാല റൺ എന്നൊക്കെ വന്നുകൊണ്ടാണ് പല പേരുകൾ ഇങ്ങനെ മാറി മാറി അവസാനം ക്രേസി ഗോപാലൻ. ഇയാൾ ക്രേസിയാണ്. ഇയാള് നാട്ടിൻപുറത്തെ ഒരു കള്ളനാണ്. ആ നാട്ടിൻപുറത്തെ ആ ഗ്രാമത്തിലെ ആൾക്കാരോട് ഇയാൾക്ക് കൊച്ച് പരിഭവവും കാര്യങ്ങളുണ്ട്. അതിന് കാരണമുണ്ട്. ആ നാട്ടുകാരുടെ ഉറക്കം എങ്ങനെ കളയാം, അത് അയാളുടെ ഒരു കുസൃതി, അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം. അവിടെ നിന്ന് തുടങ്ങിയതാണ്. പക്ഷെ അതിന്റെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഇൻസിഡൻസ് ആണ് ഈ ക്രേസി ഗോപാലൻ എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തത്. അതിൽ ഏകദേശം 7 വേഷത്തില് വരുന്നുണ്ട്. പക്ഷെ അത് കള്ളന്റെ പലവിധ പരിപാടികളാണ്. അതൊക്കെ ആ കളികളും കാര്യങ്ങളൊക്കെ. കള്ളന്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്തെങ്കിലും ഇത് മീശമാധവനെ പോലത്തെ കൊക്കരക്കോയെ പോലത്തെ ഒരു കള്ളനില്ല. ഗോപാലൻ എന്ന് പറയുന്ന അയാൾ കണ്ടു പഠിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അയാള് കള്ളനായത് വാശിക്കായതാണ്. കള്ളൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കള്ളന്മാരാണ്. എല്ലാവരിലും ഉണ്ട് കള്ളത്തരം. പക്ഷെ കള്ളന്മാര് ചില കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന കള്ളന്മാരുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം സിനിമയിൽ കള്ളനായിട്ട് അഭിനയിച്ച കൊക്കരക്കോ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ആദ്യം കള്ളനായിട്ട് അഭിനയിച്ചത്. അതിൽ കോഴിക്കള്ളനായിരുന്നു. അതിനുശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് മീശമാധവൻ എന്ന് പറയുന്നൊരു വലിയ കള്ളനായിട്ട് അഭിനയിച്ചത്, ചേക്കിലെ കള്ളനായിട്ട്. പക്ഷെ ആ കള്ളനൊരു പ്രത്യേകത വെച്ചാൽ ചേക്ക് എന്ന് പറയുന്ന ഗ്രാമം അയാളുടെ സ്വന്തമാണ്. അവിടെ വേറെ കള്ളം വന്ന് കക്കാൻ മാധവൻ സമ്മതിക്കില്ല. മാധവന്റെ രീതികളും മാധവന്റേതായ മാനറിസങ്ങളൊക്കെ ഉണ്ട്. പലരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ പിണഞ്ഞു നിന്നിട്ട് കാലുകൊണ്ട് കാലിനെ ചൊറിയുന്നത്. അപ്പൊ നമ്മളത് അറിയാതെ ആ ബോഡിയിലെ വെച്ച് എപ്പോഴും നമ്മളൊരാളെ നമ്മളത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അറിയാതെ അത് നമ്മളിൽ പെട്ടെന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലം എത്തുമ്പോ ഇയാൾ ഇങ്ങനെയാണ്. 1500 നല്ല വിലയാണ് പിള്ളച്ച. അപ്പുറത്തെ പീതാമ്പരന്റെ പടം ഇറങ്ങി വിട്ടത് 1300 അങ്ങോട്ട് കൊടുക്കും പിള്ളച്ച. അങ്ങോട്ട് കൊടുക്കും പിള്ളച്ച. ഇങ്ങോട്ട് 5000 കൊടുക്കണോ 6000 കൊടുക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിതിൽ എന്താ കാര്യം? അല്ല, ഇത് പറിച്ചിട്ട് വേണ്ടേ പിള്ളച്ച എനിക്ക് വിത്തിറക്കാൻ? ആഹാ, നീയാണോ ഇവിടെ വിത്തിറക്കാൻ പോകുന്ന മാനവൻ? കാലത്തെ ആരാത് എന്നോട് പറഞ്ഞു? മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കൃഷി സ്വന്തം പേരിലാണോ അതോ നിന്റെ അമ്മൂമ്മയുടെ പേരിലോ? അല്ല, പട്ടാളക്കാരൻ പുരുഷന്റെ പേരിലാണല്ലോ നമ്മളന്ന് ധാരണയിലായത്. അതെ, ആ വിത്ത് ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അത് അപ്പം നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതൂ. ആ സാധു സ്ത്രീയെ കുറിച്ച് ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കാവും തട്ട് കിട്ടുക. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല? ഇല്ല. വിത്തിറക്കാൻ അവൻ ആര്? വിത്ത് കാളയോ? 50 രൂപ കൂട്ടി തരാം. 50 രൂപയുടെ കൂട്ടിത്താ, ഞാൻ എടുത്തോളാം. ആർക്ക് വേണം അവന്റെ 50 രൂപ? അതാ വായി നോക്കി കൊടുത്തേക്ക. അതെ, 5600 മുറിച്ചോളം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 50 രൂപയുടെ കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ്തിയാണ്, മെനക്കെട്ടതുകൊണ്ടാ കാശ് കൊടുക്കും. ഇപ്പൊ ഡയറക്ടർ പറഞ്ഞു തരുമ്പോ നമ്മൾ സിനിമ കാണുകയാണ്. ഞാൻ എന്താ ചെയ്യണേന്നുള്ളത് ഞാൻ കാണുകയാണ്. പിന്നെയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ കുട്ടൻസ് ഒന്നും വലിയ പിടിയുണ്ടായിരുന്നില്ല. അങ്ങോട്ട് ചെയ്യുന്നു, അതാണ്. ഇതൊക്കെ എന്റെ മോള് കോളേജിൽ പോയി പഠിച്ച വിദ്യകളാണോ അത് ഈ വിത്തിന്റെ ഗുണം കാണിക്കണം? താൻ വലിയ ഹീറോ ആണെന്ന് വിചാരിക്കണ്ട. ഇല്ല, ഞാൻ ഹീറോ അല്ല, വില്ലനാ. നിന്റെ അച്ഛന്റെ വില്ലൻ. നിനക്ക് ഞാൻ വച്ചണ്ടേ? നീ പോടാ മീശ. ഓടി ഗുണ്ടുമുളകെ. അവൻ മീശ പിരിച്ചത് കണ്ടോ? ഇന്ന് രാത്രി അവൻ വീട്ടിൽ വരും, ഉറപ്പാ. ഓഹോ, മീശ പിരിച്ചാൻ വരുമോ? എന്നാ വരട്ടെ, ഇത് അവന്റെ അവസാനത്തെ വരവായിരിക്കും. ആ ക്യാരക്ടർ എല്ലാവരുടെ മനസ്സിലും ഇഷ്ടം നേടിയെടുക്കുന്ന ഒന്നായിരുന്നു. അതിനകത്ത് മാധവൻ മീശ പിരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വീട്ടിൽ കയറും. അത് കൊള്ളാലോ എന്നുള്ള ഒരു തോട്ടും കാര്യങ്ങളും. പിന്നെ ആദ്യമേ പറയും മാധവൻ എങ്ങനെ കള്ളനായി. ഇപ്പൊ കള്ളനായിട്ട് ജനിച്ചു കഴിയുമ്പോ തന്നെ ആരും കള്ളനൊന്നാവില്ല.
അയാളുടെ സാഹചര്യം, പിന്നെ ഒരിക്കൽ ഒരു അബദ്ധത്താൽ കള്ളനായ ആൾക്കാര് സമൂഹത്തിന്റെ കള്ളൻ എന്നുള്ള പിന്നെ അങ്ങോട്ട് കള്ളൻ എന്നുള്ള ഒരു നോട്ടവും കാര്യങ്ങളും വന്നു കഴിയുമ്പോൾ അറിയാണ്ട് വീണ്ടും കള്ളത്തരങ്ങൾ ചെയ്ത് വലിയ കള്ളനായി മാറുന്നുണ്ട്. അപ്പോ സാഹചര്യത്തിലും പിന്നെ അതുപോലെ സമൂഹത്തിലും ശരിക്കും ഒരാൾ കള്ളനാവണതിൽ വലിയൊരു പങ്കുണ്ട്. വണ്ടിയോ? അവളുടെ കെണിയായിരിക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ ആരാ? അയ്യോ എന്തൊക്കെയുണ്ട് കൊച്ചുകേട്ട കായംകുളത്തെ വിശേഷങ്ങള്? നിന്റെ അച്ഛൻ പറ്റൂ. അച്ഛാ ദേ കായംകുളം കൊച്ചുകേട്ടൻ വന്ന് വീണിട്ടുണ്ട് കേട്ടോ. ഓടി. പോടാ. മറുപടി എന്താ രസം കാണാൻ. അതെ എന്താ ചോദിച്ചാ കാലിന്? ഒന്നുമില്ല, കാലൊന്ന് പൊള്ളി, തൊലി പോയി, സാരമില്ല. നീ അയൽക്കാരെയൊക്കെ ഒന്ന് വിളിക്ക്, മീശയുടെ തൂക്കം ഒന്ന് കാണാൻ. എന്ന നാട്ടുകാരെ മുഴുവൻ വിളിക്കുക. എനിക്ക് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ് ഇവിടെ? എന്താ ഉണ്ടായത്? ഒന്നുമില്ല ശാന്തമേടത്തി, ഞാൻ രുക്മിണി വിളിച്ചിട്ട് വന്നതാ. അല്ലല്ല, ഞങ്ങൾ തമ്മിൽ ലവ്വാ. ഇതിനു മുമ്പ് ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളാച്ചനെ അറിഞ്ഞിട്ട് എന്നെ എലിക്കടി വെച്ച് പിടിച്ചിരിക്കുക. നോണേ ശാന്തമേടത്തി, എന്നെ പിടിക്കാൻ വരുന്ന നാട്ടുകാരിൽ നിന്ന് എന്റെ തടി രക്ഷപ്പെടുത്തണ്ടേ? പിന്നെ നീ പറഞ്ഞ നാട്ടുകാര് വിശ്വസിക്കുമോ? വിശ്വസിക്കും പിള്ളാച്ച. ചെവി കിടുതാ. എന്നാ പിന്നെ എന്നെ ഉറക്കം വിളിച്ചു പറയാം. പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ? അല്ല വേണ്ട, ചെവി തരാം. പറഞ്ഞു തൊലക്കടാ. നാട്ടുകാരെ വിളിച്ച പിള്ളേച്ചന്റെ കഴുത്തെങ്ങനെ ഒളിക്കിയെന്ന് എനിക്ക് പറയേണ്ടി വരും. പറയട്ടെ, ഭാര്യ മോളും കേട്ട ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. രുക്മിണിയായി അയൽക്കാരെ വിളിക്കുമ്പോ പട്ടാളം പുരുഷായിട്ട് വിളിക്കാൻ മറക്കല്ലേ. തോക്കെടുക്കാൻ പ്രത്യേകം പറയണേ. വേണ്ട പോലെ അവൻ തോക്കുമായിട്ട് വന്ന് നടുമുറ്റത്തൊരു ശവം വീഴും. നമുക്ക് വലിപ്പ വിടാം, പിന്നെ സൗകര്യം പോലെ പിടികൂടാം. ഓം താരാബീജലി കൊൺബലവത്തന കാപ്പലുമയത്തും. ഞാൻ പണ്ട് ആരാന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിരുന്നു ഏഴരക്കൂട്ടത്തില്. അത് ശരിക്കും ജീവിച്ചിരിക്കുന്ന ഒരാള് തന്നെയാണ്. ആലുവയില് ഞാൻ അതിന്റെ ഒരു കുറച്ച് അയാളുടെ മാനറിസം എടുത്തത്, അയാള് സോഡ പൊട്ടിക്കുന്നത്, അയാള് നടക്കുന്നത്, അയാൾ തിരിഞ്ഞു നോക്കുന്നത്, ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് എടുക്കുന്നത് ആലുവയിലെ എന്റെ ഒരു സുഹൃത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങേരുടെ അടുത്ത് തന്നെയാണ്. ഞാൻ അങ്ങേരോട് പറയും, കാരണം ഞാൻ അവിടെ ആലുവ പാലസിലൊക്കെ വരുമ്പോൾ ഇദ്ദേഹം അവിടെ എന്തെങ്കിലും പാർട്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇദ്ദേഹം എന്തൊക്കെയാണ്, എങ്ങനെയാണ് കൈകൊണ്ട് അയാള് പാത്രം എടുക്കുന്നത്, അല്ലെങ്കിൽ ഗ്ലാസ് എടുക്കുന്നത്, സോഡ കഴിക്കുന്നത്, അല്ലെങ്കിൽ സോഡ പൊട്ടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ വെള്ളം ഒഴിക്കുന്നത്. അപ്പൊ നമ്മൾ നാച്ചുറലി അത് ശ്രദ്ധിക്കും. അന്നൊന്നും നമ്മൾ ഈ സിനിമ ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിച്ചല്ല. കഥാപാത്രം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇയാളായിട്ട് റിലേറ്റഡ് ആവുമല്ലോ, ഈ സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റൂലോ, അല്ലെങ്കിൽ ചെയ്യാം.